പാചകത്തിൽ പ്രാവീണ്യമുള്ള ഒരാൾക്ക് ഒരു വിഭവത്തിൽ ചേർക്കുന്ന ചേരുവകൾ കണ്ടാൽ മനസ്സിലാകും ആ വിഭവം രുചിയുള്ളതാണോ അല്ലയോ എന്നുള്ളത്. നമസ്കാരം, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബാജി കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ബാജി കറിയെ കൂടുതൽ രുചിയുള്ളതാക്കുന്നത് എന്ന് നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിനാദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു സവാള, ഒരു ചെറിയ കഷ്ണം തക്കാളി, പിന്നെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി. അപ്പോൾ പച്ചമുളക് നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കണം. അപ്പോൾ ഇത് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസും ഇട്ട് കൊടുക്കാം. ഇതിൽ ചില്ലി പൗഡർ ചേർക്കുന്നില്ല, മഞ്ഞൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. ഉരുളക്കിഴങ്ങിൻ്റെ സമത്തിനാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഇതേ ലെവലിലാണ് വെള്ളം എടുക്കേണ്ടത്. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിപ്പിക്കാം. 3 വിസിലാണ് എൻ്റെ കുക്കറിന് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കുക്കർ അനുസരിച്ച് വിസിൽ നോക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. ഇതാ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു തവി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് ബാജി കറിയെ ടേസ്റ്റ് ആക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒരു വിഭവത്തിൽ ചേർക്കേണ്ട ശരിയായ സമയം ഇതാണ്. കടുകിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് കിട്ടുക. ഇനി നമുക്ക് കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റേണ്ടതുണ്ട് തേങ്ങാപ്പാലിൽ കിടന്നിട്ട്. അപ്പോൾ ഇതാ വറ്റിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. അപ്പോൾ ഇഞ്ചി കഷ്ണങ്ങളും കറിവേപ്പിലയുടെ ഫ്ലേവറും തേങ്ങാപ്പാലുമാണ് ഈ കറിയെ കൂടുതൽ രുചിയുള്ളതാക്കിയിട്ടുള്ളത്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളാപ്പം, ചപ്പാത്തി, പൂരിക്കൊക്കെ ബെസ്റ്റാണ് ഈ കറി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെ ഒരു കോമ്പിനേഷൻ ഉണ്ടായാൽ ആ ദിവസം തന്നെ പൊളിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.